the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. Moon is big, round, bright and white. We can see him in the dark night. Happy moon day, happy moon day. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. One day we'll go there, I want to learn. Space is my dream, moon is my target. Happy moon day, happy moon day. Look at the sky. അതിനെക്കുറിച്ച് നമുക്കേറെ മിഥ്യാധാരണകളുണ്ടായിരുന്നു. നിറയെ സ്വർണം കാണുന്നു, അതുപോലെയുള്ള പല മിഥ്യാധാരണകളും ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭൂമി പോലെ തന്നെ കല്ലും മണ്ണും നോക്കുമ്പോ പല ഇടങ്ങളിലും എല്ലാവരുടെയും ചാന്ദ്രദിന ആചരണമൊക്കെ കഴിഞ്ഞു മകരമായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മൾ ISROയിലൊക്കെ പോയി നമ്മൾ എക്സിബിഷനിലൊക്കെ നമ്മൾ VSSCയിലൊക്കെ കഴിഞ്ഞു. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. Moon is big, round, bright and white. We can see him in the dark night. Happy moon day, happy moon day. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. One day we'll go there, I want to learn. Space is my dream, moon is my target. Happy moon day, happy moon day. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day, happy moon day, happy moon day. ചന്ദ്രന്റെ കഥകൾ വളരെ പരിചിതമായ ഒന്നാണ്. മനുഷ്യന്റെ ചരിത്രത്തോട് തന്നെ ഇതിന് ബന്ധമാണ്. ഒരു മനുഷ്യ ചരിത്രത്തിന് മനുഷ്യൻ ആദ്യമായിട്ടൊരു കലണ്ടർ സമ്മാനിച്ചത് യഥാർത്ഥത്തിൽ ഈ ചന്ദ്രനാണ്. നമുക്കറിയാം, ഈ ഞാറ്റുവേലയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ ചന്ദ്രനെ സംബന്ധിച്ച് നടത്തിയിരുന്നതായിട്ടൊക്കെ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് പറ്റും. കഥകളിലൊക്കെ ഇതുമായുള്ള അന്വേഷണങ്ങളും ധാരാളം കവിതകളും അവർക്ക് അത് ജൂലൈ 20 പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ജൂലൈ 21. അത് കാരണം എന്താണെന്ന് അറിയാമോ? ഭൂമി കറങ്ങുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഇന്ത്യയും അമേരിക്കയും നമ്മുടെ ഭൂമിയുടെ കൃത്യം 2 എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഒരു ദിവസം മാറും.
the moon. Happy moon day, happy moon day. Look at the sky, clouds are moving. See the bright light, it's the moon. Happy moon day, happy moon day. എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ തലയുയർത്തി നിൽക്കാൻ സഹായിക്കുന്നു. ശാസ്ത്രത്തിലും സാങ്കേതികതയിലും ഒരുപോലെ പുരോഗതി വരിച്ച ഇന്ത്യ ആഗോളതലത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. ബഹിരാകാശ ഗവേഷണം ഒരു പ്രകൃതിദത്ത ശക്തിയാണെന്നും അതിനെ സമൂഹത്തിലുള്ള മറ്റൊരു ശക്തിയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും ബഹിരാകാശ ഭൗതിക ഗവേഷകനായ നീൽ ഡിഗ്രാസ് ടൈസൺ പറഞ്ഞതുപോലെ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധ ഇന്ത്യ പിടിച്ചുപറ്റി. 1962 ദേശീയ ബഹിരാകാശ കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് ഇന്ത്യ ബഹിരാകാശ ഗവേഷണ യാത്രയിലേക്ക് പ്രവേശിച്ചത്. 1969 ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ISRO രൂപം കൊണ്ടു. നവീന സാങ്കേതിക വിദ്യ മനുഷ്യന്റെയും സമൂഹത്തിന്റെയും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു ഇന്ത്യയുടെ ഓരോ ദൗത്യത്തിന്റെയും അടിത്തറ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് ചാന്ദ്രദിനം ജൂലൈ 21 നമ്മൾ ആഘോഷിക്കുന്ന ആചരിക്കുകയാണ്. 1975 ഇന്ത്യ തങ്ങളുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതോടെ ഔദ്യോഗികമായി ബഹിരാകാശ രംഗത്തേക്ക് പ്രവേശിച്ചു. 2008 ഇന്ത്യ ചന്ദ്രയാൻ 1 ചന്ദ്രനിലെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. 2019 ഇന്ത്യ വിക്ഷേപിച്ച തങ്ങളുടെ രണ്ടാം ചന്ദ്രയാൻ ദൗത്യമായ ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ ചെറിയ തകരാറുകൾ മൂലം വിജയകരമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. 2023 ഇന്ത്യ അയച്ച ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായി മാറി ഇന്ത്യ. താങ്ക് യു.